ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. റിവീലിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം മുതലേ നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആദ്യത്തെ 1-2 തവണത്തെ ഹോസ്പിറ്റൽ വിസിറ്റ് ഉൾപ്പെടുന്നതാണ് ഈ വീഡിയോ. 1 മന്ത് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാർഡ് പോസിറ്റീവായി കണ്ടതിന്റെ പിറ്റേന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ. ഞാനായാലും ഏട്ടനായാലും ഇന്ന് വരെയും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത് പനിയോ മറ്റ് അസുഖങ്ങളൊക്കെ കൊണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തായാലും ഇത് ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷത്തോടും എക്സൈറ്റ്മെന്റോടും കൂടെ ഇങ്ങോട്ട് വരുന്നത്. ഡോക്ടറിനെ കണ്ടു, സന്തോഷത്തോടെ കുറെ ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുവാണ്. ഒരുപാട് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 3-4 ട്യൂബിൽ ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ വലത്തെ കയ്യിൽ വെയിൻ കിട്ടാറില്ല. അങ്ങനെ ഞാൻ ഇടത്തെ കൈ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇടത്തെ കയ്യിൽ നിന്ന് ബ്ലഡ് ഒക്കെ എടുത്തു. റിസൾട്ടിന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ടൈമിൽ നമ്മൾ പുറത്ത് കഴിക്കാൻ പോയി. എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. ഈ ടൈമിൽ പുറത്തുനിന്ന് അധികം ആഹാരം കഴിക്കാൻ പാടില്ല. എന്നാലും എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്കിത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുവാണ്. പ്രഗ്നൻസി ടൈമിൽ നോൺ വെജിനോടൊക്കെ കൂടുതൽ ക്രേവിങ്സ് ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെ വന്നു. റിസൾട്ട് ഒക്കെ കിട്ടി. ഡോക്ടറിനെ റിസൾട്ട് ഒക്കെ കാണിച്ചു. പിന്നെ ആ ദിവസം നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെയാണ് വന്നത്. 1 വീക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്കാനിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം പോയ ദിവസം ഡോക്ടറിനെ മാത്രം കണ്ടിട്ട് വന്ന് ഞാൻ ഇന്ന് പോകുന്നത് വേറെ ഒരാളെ കൂടി കാണാനാണ്. ഒരമ്മയാവാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞിട്ട് നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ ഡോക്ടർ ആയാലും നേഴ്സുമാരായാലും എല്ലാ സ്റ്റാഫ്സും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. കാത്തിരുന്ന് നമ്മുടെ ഫസ്റ്റ് സ്കാനിന്റെ റിസൾട്ട് കിട്ടി. സ്കാനിങ് ടൈമിൽ ഡോക്ടർ ഇതാണ് ബേബി എന്ന് പറഞ്ഞ് എനിക്ക് തൊട്ട് കാണിച്ചു തന്നെങ്കിൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും അകത്തൊരാളുണ്ടെന്ന് മനസ്സിലായി. ബൈബിളിക്കലി പറയുവാണെങ്കിൽ സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. അങ്ങനെ 3-ാം തവണ ഹോസ്പിറ്റലിലോട്ട് പോകുവാണ്. സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും വീഡിയോ എടുക്കാൻ മറന്നു പോകും. അങ്ങനെ പല വീഡിയോസും നമുക്ക് മിസ്സായി പോയി. ഈ ദിവസം വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഡോക്ടറിനെ കണ്ടു, ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ